ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ വീടാണ് ഇപ്പോൾ കാണിച്ചേ. ഇവിടെ നമ്മളൊന്ന് വരാമെന്ന് വെച്ചു, കാരണം അമ്മയും പപ്പയും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ വീട് മൊത്തം ക്ലീൻ അല്ലാതെ കിടക്കുക. മാളു ഇന്ന് മാളുവിന് ഇന്ന് ഇവിടെ പിടിപ്പത് പണിയുണ്ടല്ലോ. ഇന്ന് ഫുള്ള് മാളുവിനെ നോക്കുന്ന ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അത് വേണ്ട, ജോമോനെ ഹെൽപ്പ് ചെയ്യും. ജോമോനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നതാണ്. എന്റെ വീട്ടിലവിടെ കൂടെ പോയപ്പോ എല്ലാരും ചോദിച്ചു പോവാണോ, തിരിച്ചു പോവാണോ. ഇതൊക്കെ കണ്ട് എന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്തോ പറഞ്ഞു എന്നെ ആരോ വിളിച്ച് മാളുവിനെ പോയിട്ട് വരാം. കേക്കാത്ത പോലെ ഇരിക്കാം. എന്റെ കണ്ണ് തുറന്ന ഞാൻ എല്ലാം തുടച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ ഇത് തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തൂക്കാം. എനിക്കിത് കണ്ട്രാക്ക് വിടുക ഇതിനെ ഇങ്ങനെ. അത് പെട്ടെന്ന് അത് ചെയ്തോ. അതിനെ എടുത്തോ അതിനെ എടുത്ത് മരിക്കോ. എന്നെ കൊണ്ട് പണി എടുപ്പിക്കുന്നു. ഇതറിഞ്ഞിരുന്നു ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ. കൊണ്ടുവന്നു ഒരു സാമ്പിൾ കാണിച്ചത് അത് കണ്ട് ചെയ്തോളാം. അത് നന്നായി, റോബോട്ടിനെ പോലെ ഉണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇപ്പം ഇലപ്പൊഴിയണ സീസൺ അല്ലേ, അപ്പം ഇവിടെ വന്നിരുന്ന നല്ല കാറ്റ്. അതോടൊപ്പം തന്നെ കരിയിലയും വരും. ഇത് ഇപ്പം തൂത്താലും 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതേ കരിയില ഇങ്ങനെ കിടക്കും. വീണോ തറയിൽ കിടന്നോ? കിടന്നോ? അയ്യോ വയ്യ മാളു, ഇത് പിടി. ഞാൻ രക്ഷപ്പെട്ടു. തൂക്കാണ്, രക്ഷപ്പെട്ടു. പെട്ടെന്നാവട്ടെ, സമയം അടുത്ത് തീർന്നിട്ടോണോ എനിക്ക് അടുത്ത പണി തരാം മാളുവിന്. പെട്ടെന്നാവട്ടെ. അയ്യോ മാളു, ചക്ക വന്നു. ഞാൻ ചക്കേനെ നോക്കിട്ടോ. മാളു ഇവിടെ വല്ല പാമ്പ് വല്ലതും കാണുമോ? ഇവിടെ വല്ല പാമ്പ് വല്ലതും കാണുമോ? പാമ്പുണ്ടോ ആവോ? ചക്ക ഉണ്ടോ? ചക്ക മാളു, നമുക്കിതിനെ വെട്ടാം. വെട്ടിയിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം അല്ലേ? നല്ല രസമായിരിക്കും അല്ലേ? മാളിവിടെ കുറേ ചക്ക കഴിക്കുന്നുണ്ട്. തൂക്ക്. ദേ ഇവിടെ കൊണ്ട് ഞാൻ തൂപ്പിക്കാൻ വിടുന്ന പാട് കണ്ടോ? ദേ പോയി. നമുക്കിനി പെട്ടെന്ന് പണി കഴിയും. കുനിഞ്ഞു കിടന്ന് കഷ്ടപ്പെട്ട് തൂക്കാൻ. ഇത് മറ്റേ ഭദ്രകാളിയെ പോലെ ഇരിക്കും, മറ്റേ ശൂലം കൊണ്ട് ഇരിക്കുന്ന നടക്ക്. നിങ്ങളുടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നടുവിന് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് തൂക്കാം. കണ്ടിട്ട് എനിക്ക് ഭദ്രകാളിയെ പോലെ തോന്നുന്നു. വാവ്, ബുദ്ധി തന്നെ, അപാരം തന്നെ. ഇനി കുറച്ച് ഞാൻ തൂത്ത് നോക്കാം. ഇൻട്രസ്റ്റ് ആയി ഞാൻ തൂക്കുന്ന കണ്ടപ്പോ. അതെ, വിജയശ്രീയിലാളിതേ ആള് പോകുന്നത്. എന്തോ കിട്ടി, നേടിയ കണക്കിലാണ് പോകുന്നത്. എവിടെ പോവാ ആള്? ഇത് ജയിച്ചോ? അങ്ങ് ജയിച്ചോ? നെക്സ്റ്റ് എന്താ പരിപാടി? ഫ്രിഡ്ജ് തുടയ്ക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. ക്ലീൻ. അപ്പോൾ നമ്മളിതേ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 1985 ആണ് ഇത്. നമ്മളിങ്ങനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. വെരി വിൻറ്റേജ് ബൈക്ക്. ഇതൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ജോമോനെ നമ്മൾ വന്ന സമയത്ത് എന്തോ ഒടിഞ്ഞാണെന്ന് തോന്നുന്നു. മാളു ആ പിച്ചാത്തിങ് എടുത്തിട്ട് വരൂ, നമുക്ക് ശരിയാക്കാം. യു മീൻ വെട്ടിച്ചാത്തി? അതെ അതിങ് എടുത്തിട്ട് വരൂ. ഓക്കെ. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ കല്യാണത്തിന് തലേ ദിവസത്തെ ബാനർ കൊടുത്തതാണ് കേട്ടോ. ഈ കട്ടായിരുന്നു. ഇതിനെടുത്തിട്ടേ ഇവിടെ ഇങ്ങനെ വെച്ചാട്ടോ. ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇതിനെടുത്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ. ജോമ അങ്ങനെ പിടിച്ചോണ്ട് നിന്നോ? അവിടെ നിന്നോ. അവിടെ ആ റോഡിൽ ഇറങ്ങി നിന്നാൽ നല്ലതായിരിക്കും. കാണാത്ത പോലെ ഇരിക്കാം ഗൈസ്. അവിടെ നിന്നോ കുറച്ചുകൂടെ. അവിടെ നിന്നോട്ടോ, അങ്ങനെ നിന്നോ. എന്തൊക്കെ കാണിക്കാണോ ഗൈസ്. സാരമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ഇങ്ങ് വാ. നല്ല മൂർച്ചയുള്ള വെട്ടിച്ചത്തിയാണ്ട് വെട്ടി തന്നെ വെട്ടും.
ഒരു കൊല വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, പപ്പയമ്മയും വിളിച്ച് പറയണം കൊല വന്നു എന്ന്. ജോമോനാ കണ്ടുപിടിച്ച. എൻ്റെ വൻ ജോലിയില്ല. നമ്മുടെ കൊല മുറിച്ചെടുത്തിരിക്കുകയാണ്. പപ്പ ഇപ്പോൾ വിളഞ്ഞെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അതെ, കൊല മുറിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വാഴയും എടുത്തിട്ടുണ്ട്. സോറി, വാഴയല്ല, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ മോനെ. ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് എൻ്റെ പ്രത്യേക ഇൻസ്ട്രക്ഷനിൽ മോനെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബൈക്ക് കഴിവാന്ന് പറഞ്ഞ ആൾ എവിടെ നിൽക്കുന്നെന്ന് കണ്ടോ, ഇതുവരെ എത്തിയിട്ടില്ല. ജോ മോനെ, ബൈക്ക് കഴിവുണ്ടായോ? വാഴയായിട്ട് കാര്യം പറഞ്ഞ് അങ്ങ് നിൽക്കുക. ബൈക്കിന്റെ കാര്യം മറന്നു. നമ്മളിന്ന് തണ്ണിമത്തനാണ് നമ്മളിന്ന് അടുത്ത് കഴിക്കാൻ പോകുന്നത്. അയ്യോ തളർന്നു. ഇവിടെ ഫുള്ളൊക്കെ വൃത്തിയാക്കി വണ്ടി കഴിവാൻ ഇറങ്ങി. ഞാൻ എന്ത് വാഴ വെട്ടി. പിന്നെ അവിടെ കുറേ ചവറുണ്ടായിരുന്നു, അത് തൊത്തു, തളർന്നു. ഇനി ഇതാണ് നമ്മുടെ ആഹാരം. വയറ് വീക്കോന്ന് അറിയത്തില്ല ഗേസ്, നോക്കാം. കഴിച്ച വയറ് വീക്കോ ഇല്ലായിരുന്നു. ഇതെന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് തണ്ണിമത്തൻ കഴിക്കാം. തളർന്നു, നല്ല ടയർഡായി. ഹലോ, ഇരിക്കുന്നതുണ്ടോ എൻ്റെ പടക്കുതിര? 1985 ആണ്. 35-40 വർഷം, 40 years എന്നെക്കാളുണ്ട്. മാളിവിടെ തകർത്ത് വർക്കിനാണ്. മാളു അതിൽ വിടുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ വായിലോട്ടാണല്ലോ പോകുന്നത്. ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നിശബ്ദമായിട്ട് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ പുതിയ ഹെൽമെറ്റ് കണ്ടോ? ജിയറായിട്ടുണ്ട്. ജിയർ നോക്കി നിൽക്കാനേ പറ്റൂ. വെള്ളം നനച്ചു ക്യാമറയിൽ വെള്ളാവേ. ക്യാമറയിലായി. എന്നെ കുളിപ്പിച്ചോ കേട്ടോ. ഇനി നമുക്ക് അവളെ കുളിപ്പിക്കാം.